ഹായ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി ചക്കക്കുരു കട്ട്ലറ്റ്. ഇത് തയ്യാറാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചക്കക്കുരു, പൊട്ടറ്റോ, മല്ലിയില, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗരം മസാല, കുരുമുളക് പൊടി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, സവാള, മുട്ടയുടെ വെള്ള, ബ്രെഡ് ക്രംസ്. ആദ്യം ചൂടായ പാനിലേക്ക് അല്പം എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. 2 ചെറിയ സവാള അരിഞ്ഞതാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് സവാള വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ 2 പച്ചമുളക് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുക. ഒന്നര ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് നന്നായി ഇളക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടി ചേർക്കുക. ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് വേവിച്ച ചക്കക്കുരു മിക്സ് ചെയ്തത് ചേർക്കാം. ഇനി ചക്കക്കുരു കൈകൊണ്ട് നന്നായി യോജിപ്പിച്ചെടുക്കുക. ഇനി സ്മാഷ് ചെയ്ത പൊട്ടറ്റോ ഇതിലേക്ക് ചേർക്കാം. ഞാൻ 1 പൊട്ടറ്റോ വേവിച്ചുടച്ചതാണ് ചേർത്തിരിക്കുന്നത്. എല്ലാം കൂടി കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഉരുള ആക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്ന് അല്പം എടുത്ത് ഇതുപോലെ ചെറിയ ഉരുളകളാക്കുക. എന്നിട്ട് കയ്യിൽ വെച്ച് പരത്തുക. എല്ലാ സൈഡും ഇതേപോലെ തട്ടി കൊടുക്കുക. ഇനി കട്ട്ലറ്റ് ഓരോന്നും എടുത്ത് മുട്ടയുടെ വെള്ളം അടിച്ചതിൽ മുക്കിയെടുക്കാം. അതിനുശേഷം ബ്രെഡ് ക്രംസിലും ഇതുപോലെ മുക്കിയെടുക്കുക. കട്ട്ലറ്റിൻ്റെ എല്ലാ വശങ്ങളിലും ബ്രെഡ് ക്രംസ് നന്നായി പൊതിയണം. അധികം പറ്റിയിരിക്കുന്ന ബ്രെഡ് ക്രംസ് പോകാനായി ഇങ്ങനെ തട്ടിക്കൊടുക്കുക. ഇനി നമുക്ക് ചൂടായ എണ്ണയിലിട്ട് കട്ട്ലറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. ഇരുവശവും നന്നായി മുരിഞ്ഞു കഴിയുമ്പോൾ കട്ട്ലറ്റ് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. സ്വാദിഷ്ടമായ ചക്കക്കുരു കട്ട്ലറ്റ് തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും ഇത് ഉണ്ടാക്കി നോക്കണം. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.